ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ദ സോൾട്രിക്ക യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കാസിയോ ബ്രാൻഡിൻ്റെ ഒരു വാച്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കാസിയോ ഒരു ജാപ്പനീസ് വാച്ച് ബ്രാൻഡാണ്. നമുക്ക് വാച്ച് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കാസിയോ AE12000WHL5AV മോഡൽ മെൻസ് വാച്ചാണ്. വാച്ച് ബോക്സിൽ വാച്ചിനോടൊപ്പം വാറണ്ടി കാർഡും യൂസർ ഗൈഡ് ബുക്ക്ലെറ്റും അവൈലബിൾ ആണ്. ഇത് കാസിയോ AE12000WH കാസിയോ റോയൽ വാച്ചാണ്. കേസ്, ബെസൽ, ഗ്ലാസ്, റെസിൻ മെറ്റീരിയലോട് കൂടിയ ഈ വാച്ചിൻ്റെ കേസ് ലെങ്ത് 45 mm വിഡ്ത്ത് 42.1 mm തിക്നെസ് 12.5 mm ആണ്. ബ്രൗൺ ജെന്യൂൻ ലെതർ ബാൻഡോട് കൂടിയ ഈ വാച്ചിൻ്റെ നെറ്റ് വെയ്റ്റ് 39 grams ആണ്. ഈ വാച്ചിൻ്റെ ഡിസ്പ്ലേ 4ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ അനലോഗ് ഡിസ്പ്ലേ ആണ്. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൻ്റെ അനലോഗ് വേർഷനാണ് അവിടെ കാണാവുന്നത്. ഹവർ, മിനിറ്റ് ആൻഡ് സെക്കൻഡ്സ് നമുക്കവിടെ കാണാവുന്നതാണ്. റൈറ്റ് സൈഡ് അപ്പർ ഭാഗത്ത് കാണുന്നത് നമ്മൾ മ്യൂട്ട് അല്ലെങ്കിൽ സിഗ്നൽ ഓൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യുന്ന ഏരിയ ആണ്. അതിന് താഴെ വേൾഡ് മാപ്പ് കാണാവുന്നതാണ്. ഈ വാച്ചിൽ നമുക്ക് 31 ടൈം സോൺസ് ആൻഡ് 48 സിറ്റീസിൻ്റെ ടൈം സെറ്റ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. താഴെയുള്ള ഡിസ്പ്ലേയിൽ നമുക്ക് ഡേ, ഡേറ്റ്, മന്ത്, ടൈം, PM, AM എവറിത്തിങ് ഡിസ്പ്ലേ ചെയ്യുന്നത് താഴെയുള്ള ഡിസ്പ്ലേയിലാണ്. ഈ വാച്ചിന് 4 ബട്ടൺസ് ആണുള്ളത്: അഡ്ജസ്റ്റ്, മോഡ്, ലൈറ്റ് ആൻഡ് സെർച്ച്. ഇനി എങ്ങനെയാണ് ഈ വാച്ച് മ്യൂട്ട് ആൻഡ് അൺമ്യൂട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബീപ്പ് സൗണ്ടോട് മ്യൂട്ട്, ഇപ്പം നമുക്ക് മ്യൂട്ട് ആയിരിക്കുകയാണ്. ഇനി തിരിച്ച് അൺമ്യൂട്ട് ചെയ്യാനായി സെയിം ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഇനി വാച്ചിൽ ടൈം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് ടൈം ആദ്യം സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ T1 ഇപ്പോൾ ഏത് ടൈം സോണിലാണ് ഇരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഡൽഹിയാണ്. ഇനി സെർച്ച് ബട്ടൺ യൂസ് ചെയ്ത് T2, T3, T4 എന്നിങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ആദ്യം T1 എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി T1 സെലക്ട് ചെയ്ത് അഡ്ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുമ്പോൾ സെക്കൻഡ്സ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാവുന്നതാണ്. സെക്കൻഡ്സ് 0ലേക്ക് സെറ്റ് ചെയ്യാൻ നമുക്ക് സെർച്ച് ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ്. മോഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം സോൺ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ഇപ്പോൾ ഡൽഹി ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. വീണ്ടും ലൈറ്റ് ആൻഡ് സെർച്ച് ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് ഏത് ടൈം സോണിലേക്കാണോ മാറ്റേണ്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. DXB ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് വേൾഡ് മാപ്പിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാവുന്നതാണ്. അങ്ങനെ നമുക്ക് ടൈം സെറ്റ് ചെയ്യാവുന്നതാണ്. സെർച്ച് ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് 12 hour ഫോമാറ്റ് ആൻഡ് 24 hour ഫോമാറ്റിലേക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഇയർ, ഡേറ്റ്, മന്ത് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ലൈറ്റ് നമുക്ക് 3 സെക്കൻഡ് വേണോ, 1 സെക്കൻഡ് വേണോ, 2 സെക്കൻഡ് വേണോ എന്നെല്ലാം നമുക്കവിടെ തീരുമാനിക്കാവുന്നതാണ്. വീണ്ടും മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് ടൈം നോക്കുമ്പോൾ നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത DXB ടൈം സോണിലെ ടൈം കാണാവുന്നതാണ്. ഈ വാച്ചിന് ആംബർ കളർ LED ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഓൺ ചെയ്യാനായി ലൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ്. ഇനി വാച്ചിൽ എങ്ങനെയാണ് വേൾഡ് ടൈം സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് വേൾഡ് ടൈം ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം സെർച്ച് ബട്ടൺ യൂസ് ചെയ്ത് സിറ്റി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഡൽഹി ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഡൽഹി സെലക്ട് ചെയ്തിരിക്കുകയാണ്. മോഡ് ബട്ടൺ യൂസ് ചെയ്ത് നമുക്കത് ഫിക്സ് ചെയ്യാം. വീണ്ടും മോഡ് ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് വേൾഡ് ടൈം നോക്കുമ്പോൾ നമുക്ക് ഡൽഹി ടൈം കാണാവുന്നതാണ്. ഇനി അലാം നോക്കാം. അലാമിനായി മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് അലാം സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് അലാം 1, 2, 3, 4, 5 അങ്ങനെ അലാം 5 അലാം നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അലാം സെറ്റ് ചെയ്യാനായി അലാം 1 സെലക്ട് ചെയ്ത് അഡ്ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടൈം അവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. എത്ര ടൈമിനാണ് നമുക്ക് അലാം സെറ്റ് ചെയ്യേണ്ടത് നമുക്കത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ 9 PM അലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അഡ്ജസ്റ്റ് ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് ഓൺ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം അലാം ഓൺ ആയിരിക്കുകയാണ്. ഡെയിലി 9 PM അലാം ഓൺ ആൻഡ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം 1 ഓൺ, അതായത് ഒരു ദിവസം മാത്രം അലാം ഓൺ ചെയ്തിരിക്കുകയാണ്. ടൈമർ ഫീച്ചറിനായി മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് ടൈമർ ഫംഗ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ വാച്ചിന് കൗണ്ട് ഡൗൺ ടൈമറാണുള്ളത്. ടൈമർ സ്റ്റാർട്ട് ചെയ്യാനായി സെർച്ച് ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ്. സ്റ്റോപ്പ് ചെയ്യാനായി സെയിം യൂസ് ചെയ്യാം. റീസെറ്റ് ചെയ്യാനായി അഡ്ജസ്റ്റ് ബട്ടൺ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് സ്റ്റോപ്പ് വാച്ച് ആണ്. മോഡ് ബട്ടൺ യൂസ് ചെയ്ത് സ്റ്റോപ്പ് വാച്ച് ഫംഗ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്.
സ്റ്റാർട്ട് ചെയ്യാനായി സെർച്ച് ബട്ടൺ യൂസ് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാനായി സെയിം യൂസ് ചെയ്യാം, റീസെറ്റ് ചെയ്യാനായി അഡ്ജസ്റ്റ് ബട്ടൺ യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ഹിറ്റായ ഒരുപാട് പേരുടെ ഫേവറേറ്റ് മോഡൽസിൽ ഒന്നാണ് ഈ വാച്ച്. അതുകൊണ്ട് തന്നെ ഫേക്ക് പ്രോഡക്ട്സ് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എങ്ങനെ നമുക്ക് ജെന്യൂനിറ്റി ചെക്ക് ചെയ്യാം നോക്കാം. അഡ്ജസ്റ്റ് മോഡ് ആൻഡ് സെർച്ച് ബട്ടൺ ഒരുമിച്ച് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പാറ്റേൺ ഡിസ്പ്ലേ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് കാഷ്വൽ വെയർ ആയും ഡെയിലി വെയർ ആയാലും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെൻസ് വാച്ചാണ്. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. വാച്ച് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിനെ ദ സോൾ ക്രിട്ടിക്ക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വേറൊരു വീഡിയോയിൽ വേറെ വാച്ചുമായി കാണുന്നവരെ ബൈ ഫ്രം ദ സോൾ ക്രിട്ടിക്ക.